ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച നടി അൻസിബ ഹസൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് കൂടിച്ചേരുകയാണ്. ഉമേഷ്, അമ്മയിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ വ്യക്തിപരമായ പരാതികളുമായിട്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. ലക്ഷ്മിപ്രിയക്കെതിരെ വീണ്ടും പരാതിയുമായി എത്തിയിരിക്കുകയാണോ അൻസിബ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മിപ്രിയക്കെതിരെ നേരത്തെ തന്നെ അൻസിബ പരാതി നൽകിയിരുന്നു. അത് മുഖ്യമന്ത്രിക്കാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. അതിനുശേഷം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പിന്നീട് തൃക്കാക്കര പോലീസ് അന്വേഷിച്ചു. അതിൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് പോലീസ് കമ്മീഷണർക്ക് കൈമാറി എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ലഭിച്ച വിവരം. അതിനുശേഷം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലും ഈ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകി. ഈ ലക്ഷ്മിപ്രിയക്കെതിരായ പരാതി എന്ന് പറയുന്നത്, നേരത്തെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ അൻസിബയെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ വനിതാ SI രേഷ്മയും ഈ ലക്ഷ്മിപ്രിയയും എല്ലാം ചേർന്ന് മാനസികമായി തന്നെ ഹരാസ് ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. തന്നെ അപമാനിച്ചു എന്നുള്ളതായിരുന്നു. ഇതിൽ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു അൻസിബയുടെ ആവശ്യം. പക്ഷേ അതിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിൽ അൻസിബ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്നത് ഇവർക്കെതിരെ ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു ഹർജിയിൽ പറയുന്നത്. ആ ഹർജി കോടതി പരിഗണിച്ച് പോലീസിനോട് വിശദീകരണം ചെയ്തിട്ടുണ്ട്. മറുപടി പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 17-നകം ഇക്കാര്യത്തിൽ മറുപടി അറിയിക്കണം എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം.